അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ വേദിയിലെ നിങ്ങളുടെ കുടുംബത്തിലെ കാരണവന്മാരെ, വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരന്മാരെ, കുട്ടികളെ, ഞാനിവിടെ ശരിക്കും നേരത്തെ എത്തേണ്ടതാണ്. ഞാൻ രാവിലെ എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. എൻ്റെ വീടുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് ഈ നൗഷാദ് സാഹിബ് ഞാനും നേരത്തെ തന്നെ സുഹൃത്തുക്കളാണ്. ഞാൻ മദീനത്ത് വെച്ചാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമായി കാണുന്നത് ഈ സൗഹൃദങ്ങൾ, പരിചയം, ഇതൊക്കെ പുതുക്കുക എന്നുള്ളതും നിലനിർത്തുക എന്നുള്ളതുമാണ്. അങ്ങനെ എന്നെ ഇവിടെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇവിടെ വരാമെന്ന് പറയും. പക്ഷേ സമയത്തിൽ ചില ഒരു മാറ്റം വരുത്തേണ്ടി വന്നു. അത് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ കുടുംബ ബന്ധങ്ങൾ, നിങ്ങളുടെ ഈ ഒരു വലിയ ഫാമിലി, ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരസ്പരം നമ്മൾ അറിയാത്ത ആളുകളെ കാണാൻ, പരിചയപ്പെടാനും ഇതൊക്കെ വലിയ തോതിൽ ഒരു സഹായകമാകുന്ന കാര്യമാണ് കുടുംബ സംഗമങ്ങൾ. ഞങ്ങളുടെ നാട്ടിലും ഇതേ ഒരു ട്രെൻഡൊക്കെ ഇപ്പോഴും ഉണ്ട്. വലിയ വലിയ കുടുംബങ്ങളൊക്കെ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. കുടുംബത്തിലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കേണ്ടവരെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാവർക്കും അംഗീകാരം നൽകാനും ഉള്ള ഒരു വല്ലാത്ത ഒരു അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ. പലരും ഇതിന് മുതിരാത്തത് പലപ്പോഴും ഇതിനെ സംഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഏതായാലും നിങ്ങൾ വലിയ പീഡിയേക്കൽ എന്ന ഈ വലിയ കുടുംബത്തിൽ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. അതെൻ്റെ വിഷയവുമല്ല. ഇവിടെ കുട്ടികളുടെ കലാപരിപാടികളാണ് നടക്കുന്നത്. കലാപരിപാടികൾ ആവേശപൂർവ്വം നിങ്ങളുടെയൊക്കെ കുട്ടികളുടെ കലാപരിപാടികൾ കേൾക്കാനായിട്ടാണ് നിങ്ങളിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നതും ശരിയല്ല. ഒരു കാര്യം, ഈ സാഹിത്യ പ്രവർത്തനങ്ങൾ, കലാപരിപാടികളൊക്കെ പൊതുവെ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പാടാൻ എല്ലാവർക്കും കഴിയില്ല, പക്ഷേ പാട്ട് കേൾക്കാൻ കഴിയും. നല്ല ഒരു ആസ്വാദകനാവുക എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ്. അതൊരു ചെറിയ കാര്യമല്ല. നല്ല ആസ്വാദകനാവുന്ന ഏത് പാട്ടും കേൾക്കാം, ഏത് കലയും ആസ്വദിക്കാം. പക്ഷേ നല്ല ആസ്വാദകൻ എങ്ങനെ, ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടം, ഈ കലയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടുവന്ന കാലഘട്ടമാണ്. ഒരു കലാപ്രവർത്തനങ്ങൾ, ഒരു സാഹിത്യ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തുള്ള ഏത് പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. രാജ്യങ്ങളുടെ ഭരണമാറ്റത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലൊക്കെ കലയും സംസ്കാരവും വഹിച്ച പങ്ക്, കവികൾ, സാഹിത്യകാരന്മാരൊക്കെ വഹിച്ച പങ്ക്, അതൊക്കെ വളരെ വലുതാണ്. അങ്ങനെ ഒരു ചരിത്രം പറയുകയല്ല ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കേരളത്തിൻ്റെ ഒരുമ നിലനിർത്താൻ വേണ്ടി, കേരളത്തിലെ ജനങ്ങളുടെ ഐക്യത്തോടു കൂടി നിലനിർത്തുന്നതിന് വേണ്ടി കലാപ്രവർത്തനങ്ങൾ വഹിച്ച, സാംസ്കാരിക പ്രവർത്തനങ്ങൾ വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വെച്ച് നമ്മൾ പുതിയ കുട്ടികൾക്കൊന്നും ഞാനിപ്പോൾ പറഞ്ഞ് മനസ്സിലാവില്ല. വളരെ മുമ്പ് എൻ്റെ നാട്ടിലും നിങ്ങളുടെ നാട്ടിലുമൊക്കെ കലാപരിപാടികൾ കാണാൻ ആളുകൾ കുടുംബസമേതം പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഗ്രാമത്തിൽ ഒരു ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന പരിപാടിയാണെങ്കിൽ അവിടെ ഒരു നാടകം അല്ലെങ്കിൽ പാട്ട്, നാടകമാണെങ്കിൽ വിശ്വസാഹിത്യത്തിലെ അല്ലെങ്കിൽ പേര് കേട്ട നാടകങ്ങളൊക്കെ നമ്മൾ തന്നെ കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച് നമ്മളത് പങ്കെടുക്കും. കുടുംബസമേതം എല്ലാവരും പരിപാടിക്ക് പോകും. അത് കാത്തിരിക്കും. ആ ദിവസം നൃത്യങ്ങൾ, പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കും. എന്നിട്ട് പുലരുവോളം പരിപാടികൾ ആസ്വദിച്ച് സംതൃപ്തിയോടുകൂടി മടങ്ങി വരും. അടുത്ത വർഷത്തെ പരിപാടി എന്താണെന്ന് ക്ലബ്ബുകാരോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് അങ്ങനെ ഒരു കാലഘട്ടമല്ല. ഇപ്പം നിലമ്പൂർ, അല്ലെങ്കിൽ നിങ്ങളുടെ കരുളായി, അല്ലെങ്കിൽ മൂത്തയിടം, എടക്കര, ഈ പ്രദേശങ്ങളിലൊക്കെ, ഞാൻ എൻ്റെ നാട്ടിനെ സൂചിപ്പിച്ചാണത് പറയുന്നത്. ഇവിടുത്തെ സ്ഥിതി എനിക്കറിയില്ല. ഒരു ഗാനമേള ഇന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്നലെ എടക്കരയിൽ ഒരു ഗാനമേള ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു കൂട്ടത്തല്ല് ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. നമ്മളൊരു പുതിയ ട്രെൻഡാണ്. നാളെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്,
എങ്ങനെയാണ് ഇങ്ങനെ ആസ്വദിക്കുന്നത്? നമ്മൾ ആസ്വദിക്കുന്നവരാണ്. ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? കലാപരിപാടികളുടെ സദസ്സുകൾ കലാപഭൂമികളാവുക, ഇതൊരു വലിയ പ്രശ്നമാണ്. ആരും അതുകൊണ്ട് ഇത് സംഘടിപ്പിക്കാറില്ല. കുടുംബസമേതം ആരും ഇത്തരം പരിപാടിക്ക് പോവാറേ ഇല്ല. ഇപ്പോൾ പുതിയൊരു ട്രെൻഡാണ്. പണ്ടൊക്കെ ഒരു കലാപരിപാടി കണ്ടുവന്നാൽ ആവേശപൂർവ്വം നമ്മൾ പറയും, ഞാനൊരു കലാപരിപാടി കണ്ട് സമാധാനപൂർവ്വമായ സദസ്സ് കണ്ടേന്ന്. ഇന്ന് ചെറുപ്പക്കാരൊക്കെ പരിപാടി കണ്ടാൽ ഞാൻ ഇന്നലെ ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു പറയും. കാരണം ഇന്നലെ ഞാനൊരു തല്ല് നടത്തി എന്നാണ് അതിനർത്ഥം. നമ്മളൊരു ട്രെൻഡാണ്. ഇതിന് പരിശീലനം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ. നമ്മളെ ആളുകൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പരിപാടി ക്ഷമയോടുകൂടി കേൾക്കാനാണ് പോകുന്നത് വിചാരിക്കുക. അവിടെ ചെന്നാലുള്ള അവസ്ഥ എന്താ? നമ്മളെ എങ്ങനെ ഇളക്കാമെന്നാണ് പാട്ടുകാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനത്തെ ഗാനമേലുണ്ടോയെന്ന് എനിക്കറിയില്ല. യേശുദാസ്, ജയചന്ദ്രൻ, സുശീലാമ്മ, പി ലീലാമ്മ, അങ്ങനെ ഉദയഭാനുവും കമുകറ പുരുഷോത്തമനും AM രാജയും എരഞ്ഞോളി മൂസ, പീർ മുഹമ്മദ്, വിളയിൽ ഫസീല, റംല ബീഗൊക്കെ പാട്ട് പാടിയാണ് നമ്മൾ അത്ഭുതപ്പെടുത്തിയത്. ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. പാട്ട് പാടി അത്ഭുതപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് അവർ നൃത്തം ചെയ്യുന്നത്. ചുവട് വെച്ചാണ് ഇന്ന് പാട്ട് പാടുന്നത്. ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, യഥാർത്ഥ പാട്ട്, യഥാർത്ഥ കല എന്താണെന്ന് നമ്മൾ അതിനിടയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഞാനൊരു ചാനലിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ ട്രെൻഡ് മാറിയെന്ന് പറഞ്ഞല്ലോ. പാട്ട് പാടുന്നവന് വലിയ പ്രസക്തിയൊന്നും ഇപ്പം ഇല്ല. നല്ല ഗ്ലാമർ വേണം, കാണാൻ ഭംഗിയുണ്ടാവണം. രണ്ടാമത്തെ കാര്യം ആടാൻ കഴിയണം. മൂന്നാമത്തെ കാര്യം നല്ല ഡ്രസ് കോഡ് ഉണ്ടാവണം, ഡ്രസ്സ് നന്നായിരിക്കണം. നാലാമത്തെ കാര്യമാണ് പാട്ട് പാടൽ. അതില്ലെങ്കിലും കുഴപ്പമില്ലാതെ നമ്മളൊരു പുതിയ രീതിയാണ്. ഇതൊക്കെ കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെയാണ് നമ്മളെ യഥാർത്ഥ കലയൊക്കെ കിടക്കുന്നത്. ഒരു കുടുംബ സദസ്സായതുകൊണ്ടാണ് നമ്മളെ മക്കൾ ഒരു വലിയ പ്രശ്നമാണിപ്പോൾ. നമ്മളെ മക്കളൊക്കെ ഏത് ട്രെൻഡിൻ്റെ വഴിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾക്ക് പരിശീലനം കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ. എൻ്റെ വീട്ടിലുണ്ട് 7 വയസ്സായൊരു മോൾ എനിക്കുണ്ട്. അവരൊക്കെ ഇന്ന് കേൾക്കുന്ന കലാപരിപാടികൾ, കാണുന്ന പരിപാടികൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അറിയില്ല. അപ്പോൾ ഈ സദസ്സിലെ ചെറുപ്പക്കാർ എന്നോട് എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് പരിപാടി അവതരിപ്പിക്കുമ്പോൾ പണ്ടൊരു ഭക്തിഗാനം കേട്ടാൽ അത് ഭക്തിയാണെന്ന് നമുക്ക് മനസ്സിലാവണം. ഒരു താരാട്ടാണെങ്കിൽ താരാട്ടാണെന്ന് മനസ്സിലാവണം. പാട്ടോ പാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങ്. ഇതൊക്കെ നമ്മൾ കേട്ട താരാട്ട് പാട്ടാണ്. ഈ അടുത്ത കാലത്ത് സിനിമയിൽ ഒരു താരാട്ട് പാട്ട് വന്നു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, എത്ര അഗാധമായ ഉറക്കത്തിൽ ഉറങ്ങുന്ന കുഞ്ഞുങ്ങളും ഞെട്ടി ഉണരുമെന്നുള്ളതാണ്. പുതിയൊരു അവസ്ഥയാണത്. ഒരു ഭാഷ അറിയാത്ത ആളുകൾക്ക് പോലും ഒരു ഭക്തിഗാനം കേട്ടാൽ അത് ഭക്തിയാണെന്ന് മനസ്സിലാവണം. നീയല്ലാതാരുണ്ടെനിക്ക് റഹ്മാനെ, നിത്യവും നേർവഴി കാട്ടുവാനെ, നിന്റെ നീറുന്ന വാഴ്വിൽ ജയം തരാനേ. ഇതൊക്കെ നമ്മൾ കേട്ട പാട്ടല്ലേ? അത് കേൾക്കുമ്പോൾ അറിയാം ഒരു ഭക്തിഗാനമാണെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. മറിമായത്തിൻ്റെ ദുനിയാവ് കണ്ടിട്ട് മറിയാതിരിക്കാൻ കനിവ് നീട്ട്, റബ്ബേ മരണ നേരത്ത് സുബർക്കം കാട്ട്. ഇങ്ങനെ വെളിയിൽ ഫസീല പാടിയപ്പോൾ നമുക്ക് ഭക്തി എന്താണെന്ന് മനസ്സിലായി. അത് ഭാഷ അറിയാത്തവർ പോലും മനസ്സിലാവും. ഇന്നത്തെ ഭക്തിഗാനങ്ങൾ അങ്ങനെ മനസ്സിലാവുന്നില്ല. എന്തിലും ഇല്ലാ നസീബ്, എത്രയും പാപി ഹരീബ്, സ്വന്തമില്ലാരും കനീവ്, സ്വത്തതും മക്കൾ കഴിവ്, ഇല്ല കക്ഷി ഞാന് കഴിഭക്ഷകൻ നീയാണ്. ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആ ഇരന്നിടുന്നേ. കഷ്ടതാഗ്രഹ പിഴകൾ തട്ടി നീക്കുവാനായി കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനെ. ഇതൊരു ഭക്തിഗാനമാണെന്ന് നമ്മൾക്ക് ഭാഷ അറിയാത്തവന് മനസ്സിലാവും. പാടുമ്പോൾ അങ്ങനെ ഒരു ഭാവം ഉണ്ടാവും. ഇപ്പൊ ഇന്ന് എല്ലാ പാട്ടും ഒരേപോലെയാണ്. വിരഹഗാനം സന്തോഷത്തോടുകൂടി പാടുന്നത് ഞാൻ TV-യിൽ കണ്ടിട്ടുണ്ട്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് സങ്കടകരമായ പാട്ടുകൾ പാടുക, നമ്മുടെ ഭക്തിഗാനം നൃത്തം ചെയ്ത് പാടുക, ഇതൊക്കെയാണ് പുതിയൊരു ട്രെൻഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ പ്രവാചകനെ കുറിച്ചൊക്കെ നമ്മൾ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഒരു ട്രെൻഡില്ല. ആമീന ബീവിക്കോ മെനമോനെ, ആരിലും കാനിയും ഇമ്പത്തേനെ. ഇന്ന് അത്ര ഒരു പാട്ട് കേൾക്കാനുണ്ട്.
ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. നേരുമാത്രം ചൊന്നതാലേ സത്യവാനാബാലൻ നേടി അൽ ആമീനതെന്ന ഖ്യാതി സത്യശീലൻ. ഒത്തുപള്ളിയിലോതിയില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോദിയില്ല. നമ്മൾ കേട്ട പാട്ടല്ലേ? ഇന്ന് അങ്ങനെ റസൂലിന്റെ കുട്ടിക്കാരെ നമുക്ക് പറഞ്ഞു തരാൻ എത്ര പാട്ടുകാരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അകലോക കാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ. ഇന്ന് അങ്ങനെ ഒരു ഘട്ടമില്ല. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കുട്ടികൾക്ക് ഒരു ധാരണ, ഈ പ്രേമം എന്നുള്ള ഒരു വിഷയത്തിൽ മാത്രമേ പാട്ടുള്ളൂ. പുതിയ കാലത്ത് മാപ്പിളപ്പാട്ടിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വരുന്ന ഒരാൾക്ക് ഇത് ഇങ്ങനൊരു കാര്യം മാത്രമേ ഉള്ളൂ എന്നൊരു ധാരണയുണ്ട്. വിശേഷിച്ച് ഈ പാട്ടുകളൊക്കെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, രണ്ടാൾ പ്രേമിച്ചത് കൊണ്ടൊന്നുമല്ല. മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ കാര്യത്തെയും ഇത് കൈകാര്യം ചെയ്തുകൊണ്ടാണ്. അവൻ്റെ ജീവിതത്തിലെ സുഖകരമായ മുഹൂർത്തങ്ങൾ, സങ്കടകരമായ നിമിഷങ്ങൾ, അവൻ്റെ ആഹ്ലാദം, അവൻ്റെ ജീവിതം, അവൻ്റെ ഭക്തി, അവൻ്റെ നേരം പോക്ക്, എല്ലാം കൈകാര്യം, അവൻ്റെ തമാശ, ഇതൊക്കെ കൈകാര്യം ചെയ്യുകൊണ്ട്, അല്ലാണ്ട് ഒരു പ്രേമം മാത്രം കൈകാര്യം കൊണ്ടുപോകുന്നത് നിലനിൽക്കുന്ന ആരും വിശ്വസിക്കരുത്. ഇപ്പം ഞാനിപ്പോൾ ഈ സദസ്സിലെ ചെറുപ്പക്കാരെ വിചാരിക്കും, ഇയാൾക്കിപ്പോൾ ഈ പ്രേമത്തിനോട് എതിർക്കുക. അങ്ങനെ പ്രേമത്തിന് എതിർക്കുന്ന ആളൊന്നുമല്ല ഞാൻ. പ്രേമത്തിന് പ്രായപരിധിയുമില്ല, അത് വേറെ കാര്യം. അതല്ല ഇവിടെയുള്ള പ്രശ്നം. ഇത് മാത്രമാണെന്നുള്ളൊരു ധാരണ നമുക്ക് വരാൻ പാടില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പ്രേമം സുന്ദരമായി പാട്ടുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എങ്കിലും എൻ ഓമലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഉയർത്താമെന്ന് ഭാസ്കരൻ മാഷൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ 7-ാം ബഹറിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സീസണിനപ്പുറം നമ്മുടെ മനസ്സുകളിലേക്ക് ഈ പാട്ടുകൾ ആയുസ് നൽകുന്നില്ല എന്നുള്ളതാണ് സങ്കടകരം. ഇതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, 7 വയസ്സായ ഒരു പെൺകുട്ടി എനിക്കുണ്ട്. ഇവളിങ്ങനെ, നമ്മളൊന്നാമത് ഈ വാർത്ത കേൾക്കുമ്പോൾ, വീട്ടിൽ ചെല്ലുമ്പോൾ വാർത്ത കേൾക്കാൻ വീട്ടിലാണ് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ TV-യിൽ മുതിർന്നവർ വാർത്തയാണ് കേൾക്കുക. എല്ലാവരെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. കുട്ടികൾ TV-യുടെ മുമ്പിലുണ്ടെങ്കിൽ അപ്പം നമ്മൾ വന്നാൽ അവർ എഴുന്നേറ്റ് പോകും. കാരണം അവർക്ക് താല്പര്യമുള്ള വിഷയമല്ല ഈ വാർത്ത. അവർ കേൾക്കുന്നത്, കാണുന്നത് നിങ്ങൾ രഹസ്യമായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഒന്നാമത് നമ്മൾ കുട്ടികളൊക്കെ കളിക്കാൻ വിടൂല. പണ്ടൊക്കെ കളിക്കുമ്പോൾ എന്നോടൊക്കെ എൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, മോശം സ്വഭാവക്കാരനായ കുട്ടി നമ്മുടെ കൂടെ കളിക്കുന്ന കാലത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ കൂടെ കളിക്കരുത്, അവൻ്റെ വീട്ടുകാർ ശരിയല്ല, അവൻ നല്ല സ്വഭാവക്കാരനല്ല എന്ന് പറയും. ഇന്ന് നമ്മൾ കുട്ടികളെ കളിക്കാനൊന്നും വിടൂല, TV തുറന്നു കൊടുക്കും. ഈ മോശപ്പെട്ട എല്ലാ സംഭവങ്ങളും TV-യിലും ഇൻ്റർനെറ്റിലും വിരൽത്തുമ്പിലും വരികയാണ്. കുട്ടികൾ കാണുന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. കുട്ടികൾ കാണുക എന്താണെന്ന് ചോദിച്ചാൽ, പ്രാദേശിക ചാനൽ വഴി, ഇതൊന്നും പ്രാദേശിക ചാനൽ അല്ലല്ലോ, പ്രാദേശിക ചാനൽ വഴി പുറത്തുവിടുന്ന അശ്ലീല രംഗങ്ങളുള്ള പാട്ടുകളാണ്. ഇത് കുട്ടികളെ എവിടെ എത്തി? എൻ്റെ 7 വയസ്സായ മോൾ ഇങ്ങനെ സുന്ദരി നീ വന്നു ഗസല ഇങ്ങനെ പാടും. ഈ കുട്ടിക്ക് എന്താണ് പ്രേമമെന്ന് അറിയില്ല. ഞാനിങ്ങനെ അത്ഭുതപ്പെടും, ഇവർക്ക് എങ്ങനെ നമ്മളൊരു മാർഗനിർദ്ദേശം നൽകും? ആഭാസകരമായ പാട്ട് പാടിക്കോട്ടെ, ആഭാസകരമായ രംഗങ്ങൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ഉമ്മയുടെ ഉപ്പ എൻ്റെ 17-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയി. അദ്ദേഹം കുട്ടിക്കാലത്ത് ഞാൻ ഉമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ മടിയിൽ വെച്ച് അദ്ദേഹം എനിക്ക് പാട്ട് പാടുന്നുണ്ട്. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്, ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്. ഇതൊക്കെ അന്ന് പാടിക്കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മുതിർന്നപ്പോഴാണ് 954 ഇറങ്ങിയ നീലക്കുയിൽ എന്ന സിനിമയിലെ പാട്ടാണ് കായലരികത്ത് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ വല്യപ്പ ഒരു സിനിമയും കണ്ടിട്ടില്ല, സിനിമ കാണാതെ മരിച്ചുപോയ ആളാണ്. എങ്ങനെ അദ്ദേഹം ഈ പാട്ട് പഠിക്കുന്നു? റേഡിയോയിലൂടെ, ഗ്രാമഫോൺ റെക്കോർഡിലൂടെ. അവരുടെ ഒരു കാലഘട്ടം അതാണ്. നമ്മൾ ഇന്ന് പാട്ട് കാണുകയാണ്. ആ സിനിമകളെപ്പോലും അമ്പരപ്പിക്കുന്ന തരത്തിൽ ധാർമ്മികമായി, എന്ന് പറഞ്ഞാൽ അസഭ്യതയുടെ ഒരു വല്ലാത്ത കൂത്തരങ്ങായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷ്വൽ മീഡിയയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും വളർച്ച നമ്മൾ എത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുത്തില്ലേ പ്രശ്നം. കുട്ടികൾക്ക് ഒരു മാർഗനിർദ്ദേശം കൊടുക്കാനില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എല്ലാവിധ ചേരുവകളും അല്ലെങ്കിൽ അതിൻ്റെ ശൂര് നിറഞ്ഞ ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞങ്ങൾ കോഴിക്കോട്ടുകാർ അത്ര ഇതിൽ പങ്കെടുത്ത ആളുകളൊന്നുമല്ല.
ഈ കിഴക്കൻ ഏറനാടെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മണ്ണാണ്. ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമേകിയ എത്ര പാട്ടുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടും മലപ്പുറം പടപ്പാട്ടും ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്നു. കാരണം ഈ പാടിപ്പറയുന്ന സദസ്സുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആളുകൾ എടുത്തു ചാടാൻ പാട്ടുകൾ പ്രേരിപ്പിച്ചു എന്ന് ബ്രിട്ടീഷുകാർ കണ്ടെത്തി. ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞ് നിങ്ങൾ കേട്ട ഒരു കഥയുണ്ട്. ആവർത്തിക്കുന്നത് കുറേ കുടുംബിനികൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് രക്ഷിതാക്കൾ ഉള്ളത് കൊണ്ടാണ്, കുട്ടികളുള്ളത് കൊണ്ടാണ്. മഞ്ചേരിക്കടുത്ത് കൊണ്ടോട്ടിയിലേക്ക് പോകുമ്പം വള്ളുവമ്പ്രം മോങ്ങം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഹിച്ച്കോക്ക് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പ്രതിമ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചു. സാധാരണ സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകർ, രാഷ്ട്രീയക്കാർ, ധീരദേശാഭിമാനികളൊക്കെ പ്രതിമ സ്ഥാപിക്കാറുണ്ട്. ഹിച്ച്കോക്ക് ആരാണെന്ന് നാട്ടുകാർക്കറിയില്ല. ധീരദേശാഭിമാനിയായിരുന്ന കമ്പളത്ത് ഗോവിന്ദൻ നായർ അദ്ദേഹത്തെക്കുറിച്ചൊരു പാട്ടെഴുതി. മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കൊന്നൊടുക്കാൻ നേതൃത്വം വഹിച്ച ആളാണ് ഹിച്ച്കോക്ക്. അദ്ദേഹത്തിന് ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചതിൽ അരിശം പൂണ്ട് ദേഷ്യത്തോടെ അദ്ദേഹം പാട്ട് എഴുതുകയാണ്. മോങ്ങത്തില് സഞ്ചരിക്കുന്നോർക്ക് കാണാറാകുമാ നീരത്തില് ചത്തുപോയ ഹിച്ച്കോക്ക് സായിപ്പിന്റെ സ്മാരകം ചാത്തനെ കുടിവെച്ച പോലെ ആബലാലിൻ സ്മാരകം. നമ്മളുടെ കൂട്ടരെയാണ് സുവർ കൊന്നത്, നമ്മളുടെ നെഞ്ചിലാണ് കല്ല് നാട്ടി വെച്ചത്. രാജ്യസ്നേഹം വീറുകൊണ്ട കൂട്ടരുണ്ടി നാട്ടില്, രക്ഷ വേണമെങ്കിൽ മണ്ടി കോട്ടവേരി ഇംഗ്ലണ്ടില്. ഈ പാട്ട് കേട്ടപ്പോൾ ആളുകൾ ഈ പ്രതിമ ശ്രദ്ധിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് നാട് കടത്തിയ ആളുകളെ പഴയ ആളോട് ചോദിച്ചാൽ അറിയാം. നിങ്ങളെ ഈ നിലമ്പൂരും മൂത്തേടവും കരുവാരക്കുണ്ടും ഒക്കെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുണ്ട്. കാരണം ഇവിടെ നിന്ന് നാട് കടത്തൂർ ജയിലിലടച്ചു, വാഗൺ ട്രാജഡിയിൽ ഉൾപ്പെടുത്തി കൊന്നു. ആരുമില്ല, അനാഥകളായ കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടാണ് കോഴിക്കോട് JDT യത്തീംഖാന സ്ഥാപിക്കുന്നത്. പുരുഷന്മാർ വീട്ടിലില്ലാത്ത അവസ്ഥയിൽ ഉമ്മയെയും ബാപ്പയെയും പോറ്റി വളർത്താൻ വേണ്ടി സ്ത്രീകൾ പുറത്തിറങ്ങേണ്ടി വന്നു. അങ്ങനെ മറിയക്കുട്ടി എന്ന് പറഞ്ഞൊരു പെണ്ണ് പുറത്തിറങ്ങി. ഈ പെണ്ണ് പുറത്തിറങ്ങിയ സമയത്ത് ഇവളോട് മോശമായ രീതിയിൽ ചെറുപ്പക്കാർ, ആ നാട്ടിലെ സാമൂഹ്യ ദ്രോഹികളായ ചെറുപ്പക്കാർ പെരുമാറി. ഈ ചെറുപ്പക്കാരെ മറിയക്കുട്ടി ആട്ടി ഓടിച്ചു. ഭർത്താവിനോടുള്ള സ്നേഹം മാത്രമാണ് ഇവരുടെ കൈമുതൽ. ഈ ചെറുപ്പക്കാർ പിന്നീട് ചെയ്തത് ഇവളെ കൊണ്ട് മോശമായ കഥകൾ പറഞ്ഞ് ജയിലിലേക്ക് കത്തയച്ചു. നിങ്ങളെ ഭാര്യ അടിഞ്ഞാടി ജീവിക്കുകയാണെന്ന് കത്തയച്ചു. കത്ത് കിട്ടേണ്ട താമസം ഭർത്താവ് അത് വിശ്വസിച്ചു. ഉമ്മാക്ക് കത്തയച്ചു, അവളെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. ഈ കത്ത് കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മറിയക്കുട്ടി പുലിക്കോട്ടുള്ള ഹൈദർ സാഹിബിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ഭർത്താവിനോട് സ്നേഹത്തോട്, ഭർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ നിഷ്കളങ്കത ഞാൻ ബോധ്യപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പവിത്രത സൂക്ഷിച്ചിട്ട് എൻ്റെ ഭർത്താവ് എന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് സങ്കടത്തിൽ പറഞ്ഞപ്പോൾ പുലിക്കോട്ടിൽ അതൊരു പാട്ട് രൂപത്തിലായി കൊടുക്കുകയാണ്. അന്നൊക്കെ അങ്ങനെയാണ്, പാട്ട് എഴുതും, കത്ത്. അതിലെ ചില വരികളുണ്ട്. ഇതൊരു മറിയക്കുട്ടിയുടെ മാത്രം കഥയല്ല, ഈ നാട്ടിലെ ഓരോ സ്ത്രീയുടെയും കഥയാണ്. അതിൽ പറയുകയാണ്, തേനാരെ ഉമ്മൈ കത്തിൽ പറഞ്ഞേ ആ വിധമുള്ള തേടിച്ചിത്തരം കാട്ടി നടന്നോളല്ല, എനെയൊരു തമ്മാടി തറവാട്ടിൽ പിറന്നോളല്ല. ഞാനുങ്കൽ വരവും കാത്തിരിക്കുന്നു സുവാതോർത്ത്, നായച്ചന്ദിരനെ കണ്ടറല് കൂടിത്തെ വിധമിൽ 4-5 സനത്തോളം കഴിഞ്ഞു മുത്തേ. ബല്ലാരിക്കുടനൊട്ട് വരാൻ വല്ല വഴിയുണ്ടോ, വല്ലികൾ കവിയിലേക്ക് വരാൻ പാടുണ്ടോ, ഉമതെ വരുകിൽ കണ്ടിടാൻ വല്ല നിവൃത്തിയുണ്ടോ. ഈ ബല്ലാരിക്ക് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പ്രവേശനമുണ്ടോ, അഥവാ ഞാൻ അവിടെ വന്ന എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ? 100 ചില്ലാണം വരിയുണ്ട് ഈ പാട്ട്. ഭാര്യ ഭർത്താവിന് എന്ന കത്തായതുകൊണ്ട് തികച്ചൊന്നും ഞാൻ ഇവിടെ പാടില്ല. അതിൽ ചില വരികളുണ്ട്. അങ്ങനെ പ്രവേശനമുണ്ടെങ്കിൽ ഉണ്ടതെങ്കിൽ വന്ന് കാണാനുണ്ട് മോഹം പൊന്നെ, ഒറ്റ നോക്ക് കണ്ട് മാരിച്ചോട്ടെ അന്ന് തന്നെ. എന്റെ പൊന്നും ആരരെ പിന്നെന്തിനീ വേറൂപ്പ്, വെച്ചിടുന്നു എന്റെ മേലിൽ ചിന്തയിൽ മൂഷീപ്പ്. ചക്ക് പാലം മേലിരുന്ന് ചക്കര തിന്നാലും നിശ്ചയം പുണ്ണ കാണാതെന്ന് ചിലർ പോലും. എന്നെ നിങ്ങൾ ഒയ്യ തൊട്ടിട്ടില്ല മറ്റൊരാണ്, എമ്പിടുന്നു കൊണ്ടുവെട്ടി തങ്ങളെ കാലാണ്. കൊണ്ടോട്ടി തങ്ങളെ പിടിച്ച് സത്യം ചെയ്യാണ്. ഈ കത്ത് അവിടെ എത്തിയപ്പോൾ ഭർത്താവിനെ തെറ്റിദ്ധാരണ നീങ്ങിയെന്നും ജയിൽവാസത്തിന് ശേഷം ഇവരുടെ ജീവിതം സജീവമായി മുന്നോട്ട് പോയി എന്നുമാണ് ചരിത്രം പറയുന്നത്. നമ്മളെ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ
ഒരു കത്ത് എഴുതുകയാണ്. നമ്മൾ പുതിയ പാട്ടുകാരൊക്കെ പാട്ട് എഴുതുകയാണെങ്കിൽ ആ ജയിലിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ അപ്പുറമുള്ള മറ്റൊരു ജയിലിലേക്ക് ഭർത്താവ് ട്രാൻസ്ഫർ വാങ്ങും. നമ്മളൊരു സ്ഥിതിയാണത്. ഈ ഒരു ട്രെൻഡാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എത്ര ഗൗരവമായിട്ടാണ് ഇതൊക്കെ കണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കഥകൾ, ചരിത്രം, സംഭവം, പുണ്യപുരുഷന്മാരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് പാട്ടല്ലേ. ഉമർ ഖത്താബിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഞാനും നിങ്ങളും മദ്രസയിലും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നീതിമാനായ 2-ാം ഉമർ എന്ന ഉമർ ബിനു അബ്ദുൽ അസീസിന്റെ കഥ നമുക്ക് പറഞ്ഞു തന്ന ഒരു പാട്ടല്ലേ. എത്ര ചരിത്ര പുരുഷന്മാരെ പാട്ടുകൾ നമുക്ക് പരിചയപ്പെടുത്തി. പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദിർഹമുമില്ല പ്രിയേ. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ, ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഈ പാട്ട് കേട്ടപ്പോഴാണ് നമ്മള് കയ്യടിക്ക് 2 അർത്ഥമുണ്ട്. പ്രസംഗം നിർത്താനുണ്ട്, കയ്യടിക്കണ്ടേ. അപ്പോ ചരിത്രം ഈ ഒരാളെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഈ പാട്ടിലൂടെയാണ്. ബിലാലിനെ കുറിച്ച്, ഇബ്രാഹിം നബിയെ കുറിച്ചൊക്കെ പാട്ടല്ലേ. ഇല്ലാഹായ പോരാനോട് ഇരവും പകലും തേടി. നിങ്ങൾ കേട്ടില്ലേ? ഇബ്രാഹിം നബിറയോനിൽ ഇടതടവില്ലാതിര പകലൊരു പോൽ. എല്ലാ ചരിത്ര പുരുഷന്മാരെ കുറിച്ചും പാട്ടുകളുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടല്ലേ നമ്മളൊക്കെ വളർന്നത്. നമ്മളെ പുതിയ തലമുറക്ക് ഇതൊക്കെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഈ വലിയ ഒരു ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ്. വലിയൊരു പ്രശ്നമാണ് നമ്മളെ ധാർമ്മിക മേഖല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ നമ്മുടെ വീരപുത്രൻ എന്ന സിനിമ വന്നു. വീരപുത്രൻ എന്ന സിനിമയിൽ ഒരുപാട് വിവാദങ്ങൾ നടന്നു. ഞാൻ ആ സമയത്ത് ആലോചിക്കുകയായിരുന്നു, 970കളിൽ ഗ്രാമഫോൺ റെക്കോർഡിൽ മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ കുറിച്ചൊരു പാട്ട് വന്നു. തോക്കുകൾ നീട്ടും മുമ്പിൽ വാക്കുകളാൽ ബോംബിട്ട് തൂക്കുമരം പുല്ലായി കണ്ടുള്ള മഹാനാം ഭാരത മക്കളെ സ്വാതന്ത്ര്യത്തിന് പൊരുതിയ മോനാം വെളുത്ത പിശാചി മണ്ണിൽ വിരളി പിടിച്ചോടുമ്പോൾ തളച്ചിടുവാനായി നമ്മെ നയിച്ച മഹാനാം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന പുമാനാം. മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ കുറിച്ച്, ഗാന്ധിജിയെ കുറിച്ച് എന്തു ചെയ്യാം നമ്മളിൽ ആർക്കും ഭാഗ്യവുമില്ല. ഗാന്ധിജിയെ കുറിച്ച് ഒരു മാപ്പിളപ്പാട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്കങ്ങനെ പുണ്യപുരുഷന്മാരെ കുറിച്ച്, മാതൃകാ പുരുഷന്മാരെ കുറിച്ച് ഇന്ന് പാട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. കഥകള്, സംഭവങ്ങള്. ഇനിയിപ്പോ നമ്മുടെ ഈ പ്രണയം തന്നെ എത്ര സുന്ദരമായി. മാഞ്ഞാളം കൊഞ്ചി കൊഞ്ചി കണ്ണും വെട്ടിച്ചാളെ കണ്ടാൽ പാഞ്ഞൊളിച്ചിടുന്നെന്തിനാണ് നിന്റെ മാരനായി എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നാരാണ് ഉലകത്തിൽ തേനെ. അങ്ങനെ ചോദിക്കാൻ തൻ്റെ ഇടമുള്ള കാമുകന്മാരുണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. എന്താ ചില പാട്ടുകളുണ്ടല്ലോ, ഒരു സീസണിനപ്പുറം, ഒരു മഴക്കാലവും വേനൽക്കാലവും കഴിഞ്ഞാൽ നമുക്ക് ഈ പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല, പുതിയ പാട്ടുകൾ. എന്നാൽ പഴയ പാട്ടുകൾ അങ്ങനെയല്ല. നിങ്ങൾ ആലോചിക്കേണ്ട വളരെ ഗൗരവമായ കാര്യമാണത്. വാടിയതാണേലും പൂവല്ലേ ഫാത്തിമ ഒരു പാട്ടിലെ വരികയാണ്. ഞാൻ ആലോചിക്കുന്നത്, ഒരു മാന്യയായ പെണ്ണിന്റെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റിയ കാര്യമല്ല. നീ എന്റേതല്ലേ, ഞാൻ നിന്റേതല്ലേ, നമ്മൾ രണ്ടും ഒന്നല്ലേ. ഏത് പാട്ടെടുത്ത് നോക്കിയാൽ അങ്ങനെയാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കും, പാടുന്ന പക്ഷിയാണ് കുയിൽ, ആടുന്ന പക്ഷിയാണ് മയിൽ. മയിലിനോട് ആട്ടം നിർത്തി കുയിലിനോട് പാട്ട് പാടാൻ പറയണം. ഇവിടെ തിരിച്ചാണ്, നില്ലടി നില്ലടി കുയിലെ, ചൊല്ലടി ചൊല്ലടി മയിലെ എന്നാണ്. മയിൽ എന്താണ് ചെയ്യുന്നത്, കുയിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്കറിയില്ല. അതാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ നമ്മളൊക്കെ ഹിറ്റാക്കുന്ന പാട്ടുകളാണ്. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണ്. മനുഷ്യന്മാർക്ക് അങ്ങനെ പല അബദ്ധവും പറ്റും. അതൊന്നും പാട്ട് രൂപത്തിലാക്കി ആളുകളെ കേൾപ്പിക്കേണ്ട കാര്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇവരെയൊന്നും, ഈ കലാകാരന്മാരൊക്കെ മഹാന്മാരായ കലാകാരന്മാരാണ്. ഒരു വേള ഇവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. പക്ഷേ നാളെ നമ്മുടെ തലമുറക്ക് ബാക്കിയാക്കുന്ന തരത്തിൽ ഇവരുടെ കലാസക്തികൾ ഉണ്ടാവണം. നമ്മളാണ് ഇതിനൊക്കെ, ഈ ചവറ സ്ഥാനങ്ങൾക്കൊക്കെ ജനപ്രീതി നൽകുന്നത്. ഈ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ വലിയൊരു പ്രതീകമായ ഇത്തരം ഒരു കലാസാഹിത്യത്തോട് ഇവർ ചെയ്യുന്ന ഒരു താല്പര്യം കുറച്ചുകൂടി ഗൗരവമായി കാണണമെന്ന് നമുക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയോ എന്തെല്ലാം അത്ഭുതങ്ങളാണ്. ഇപ്പൊ പ്രണയഗാനങ്ങൾ എന്നുള്ള മേഖലയിൽ തന്നെ കല്ലായി കടവത്ത് കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കര് എല്ലായി പോയത് അറിഞ്ഞില്ലേ എന്നാ പറഞ്ഞത്. പട്ടിണി കിടക്കുന്ന കാമുകനെ കുറിച്ച് പറഞ്ഞാണ്. എന്തിനാണ് പൂങ്കരളെ പന്തിരണ്ടിലാക്കണ്,
ഇങ്ങനെ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടവരാണ്. എപ്പോഴാണ് പൂമരം വിരിഞ്ഞു തേൻ കൂടിക്കണ്, ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ നമ്മൾ 100-50 വർഷം പഴക്കമുള്ള പാട്ടുകൾ നമ്മളിപ്പോൾ കേൾക്കുന്നില്ലേ? എൻ മലരെ നമ്മളെല്ലാം രാജ്യക്കാരല്ലേ എന്നൊരു വിചാരവും സന്തോഷവും നിനക്കില്ലേ? ചിത്തിരം കൊത്തി മറിയും ചെമ്പക ചുണ്ടും ചിരിയും ശുദ്ധമാമലർ വിരിയും സൂക്ഷ്മമിൽ പാലെ കുറിയും കണ്ട് മോഹിച്ച് 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പാട്ടാണ്. ഇപ്പോഴും നമ്മളത് കേൾക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യന്മാരെ നന്മയിലേക്ക് നയിക്കാനൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു. ഒരു ഉപദേശം നൽകണമെങ്കിൽ പാട്ടിന് സാധിക്കുമായിരുന്നു. കുട്ടിക്കാലത്ത് ഗ്രാമഫോൺ റെക്കോർഡിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പാതിരയോളമുറക്കമൊഴിച്ച് നടക്കല് നന്നല്ല, നന്നല്ലാത്തത് നന്നോർത്ത് നടക്കല് നന്നല്ല, ചീട്ട് കളി കൊണ്ട് വീട്ടിനെ പട്ടിണിയാക്കല്ലേ. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കി പാടുന്നൊന്നുമല്ല, ഗ്രാമഫോൺ റെക്കോർഡിൽ SM കോയ പാടിയ പാട്ടുകൾ അതൊക്കെ. കണ്ടത് കാണാതായല്ലോ, കാണാത്തത് കുറെ കണ്ടല്ലോ, കാണാനിനിയും പലതുണ്ടെന്നൊരു കാലമായി പോയല്ലോ, വീട്ടിലടുപ്പിൽ തീയില്ല, ബീഡി വലിക്കാൻ വയ്യില്ല, ബീഡി വലിക്കാൻ വയ്യില്ല, പിക്ചർ കാണലൊഴിച്ചൂടാത്തൊരു കാലമായി പോയല്ലോ. ഇതൊക്കെ മനുഷ്യനെ ഉപദേശത്തിലേക്ക്. മനുഷ്യ നീ മറന്നിടുന്നോ, മസ്താനി നടന്നിടുന്നോ, ധനമോഹം കവർന്നിടുന്നോ, ദുനിയാവ് വിടൂലെന്നോ. പരലോക ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തി എത്ര പാട്ടുകളുണ്ട്. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്, കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി, പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമുള്ള കല്ലതിന്റെ മേലെ. ഞാനൊരിക്കലും ഈ പട്ടുറുമാൽ എന്ന റിയാലിറ്റി ഷോയിൽ ഷൂട്ടിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആള് വന്ന്, ഒരു കുട്ടി വന്ന്, ആദ്യം ഞാൻ നേരത്തെ പാടി ഈ പാട്ട് പാടി, വീട്ടിലെ മെത്ത പരൻവിധി ചുമ്മാ വിട്ട് ചൊങ്കില് നടക്കുന്ന ശുചാത്ത് നമുക്കുണ്ട് നാട്ടിലെ, കഥ എന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന അപർന്ന ഭയങ്കര വീട്ടിലെ. രണ്ടാമത്തെ കുട്ടി കെട്ടുകൾ 3 കെട്ടി. മൂന്നാമത്തെ ആള് നാട്ടിലാണ് നാളെ മണിയറാന്ന്. അപ്പൊ TK ഹംസക എന്നോട് പറഞ്ഞു, മരിക്കലേതായാലും മരിക്കും നമ്മളൊക്കെ, അത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതൊക്കെ ഒന്ന് മറന്ന് ഒരു പാട്ട് കേട്ട് ചിരിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്, ഇവിടെ ഈ മാതിരി പാട്ടാണ് എന്താ ചെയ്യാൻ. അപ്പോ അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യനെ വല്ലാത്തൊരു ടെൻഷനിലാക്കാൻ പാട്ടുകൾക്ക് സാധിക്കും. ഉപദേശങ്ങൾ, തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാനൊക്കെ പാട്ടുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കലക്ക്, സാഹിത്യത്തിന് സാധിക്കും. അത് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, തമാശ എന്ന് പറഞ്ഞ ഒരു കാര്യം, അതിനും ഒരു ഗൗരവമായ ചിന്തയുണ്ട്. ഈ പുതിയ കാലഘട്ടത്തിലെ തമാശ പരിപാടികളെ കണ്ടാൽ നമുക്ക് കരച്ചിലാ വരിക, പ്രത്യേകിച്ച് പാട്ട് കണ്ടാൽ. എന്നാൽ പഴയ കാലത്ത് പാട്ട് പാടണമെന്നില്ല, പാട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. SA ജമീൽക്ക നിലമ്പൂരുകാരൻ, എനിക്കറിയാലോ, അദ്ദേഹം എഴുതുകയാണ്, അദ്ദേഹം പെണ്ണിനെ കാണുവാനായി പെണ്ണു വീട്ടിൽ ഞാനും പോയി. പെണ്ണ് കിട്ടിയ കഥകളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ. ഗൾഫിൽ പോയി വന്ന ഭർത്താവിന് പഴയ പോലെ ഒരു ഇഷ്ടം തന്നോടില്ല എന്നൊരു ഭാര്യക്ക് തോന്നുകയാണ്. അത് അദ്ദേഹം എഴുതി എങ്ങനെയെന്നറിയോ, മുമ്പ് ഞാൻ ഈ മക്കളെ തന്തക്ക് മധുര പനഞ്ചക്കര, 3 തള്ള ഞാനി ഉണങ്ങി കടിച്ച കൊപ്പര, അടുത്ത കാലത്ത് മൂപ്പരും ഒന്ന് പോയി വന്നു ഗൾഫിനക്കര, അന്ന് തൊട്ട് തുടങ്ങി ഞങ്ങൾ തമ്മിൽ എന്തിനും ഏതിനും കച്ചറ. ഈ പാട്ട് പറഞ്ഞാൽ മതി, നമുക്ക് ചിരി വരും. അതാണ് പഴയ കവികളുടെ പ്രത്യേകത. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കന്റെ കൊമ്പം മീശ, നമ്മൾ കേട്ടിട്ടില്ലേ? മമ്മാരിക്ക ഹേ മമ്മാരിക്ക, ഇത് ഞമ്മളോട് വേണ്ടേനും മമ്മാരിക്ക. പുതിയ കാലഘട്ടത്തിലെ തമാശ പാട്ടുകൾ ആലോചിച്ച് നോക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ചുകൂടി തമാശയും അത് തമാശയായിട്ട് കാണാനും അതിന്റെ ഒരു ഗൗരവം ചോർന്നു പോവാത്ത രീതിയിൽ അവതരിപ്പിക്കാനും പ്രതിഭകളായ കലാകാരന്മാർക്ക് സാധിച്ചിരുന്നു എന്ന് പറയാനാണ്. നമ്മൾ കെട്ടി ഉണ്ടാക്കുന്ന പാട്ടുകൾക്ക് പോലും ഒരു സൗന്ദര്യം, ഒരർത്ഥമില്ലാത്ത പാട്ടുകൾ. അഷ്റഫ് മോനെ ചായ കുടി, ചായന്റെ ഒപ്പം ബീഡി വലി, ഇതുണ്ടായ സംഭവം ഒന്നല്ല, പക്ഷെ കേൾക്കുമ്പോൾ ഒരു സുഖമാണ്.
ഞാനൊക്കെ കുട്ടിക്കാലത്ത് പാടിയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതക്കുണ്ടിൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാം, ഇങ്ങനെയൊക്കെ പാടും. അത് കുട്ടികൾ എല്ലാവരും ബസ് കയറി, നമ്മളെ മോളും ബസ് കയറി, നമ്മളെ മോള് കയറിയ ബസ്, ഇത് ബസ്സിന്റെ പേര്. ഇതൊക്കെ കുട്ടികളുടെ ഇടയിൽ ഒരു ഹരാണ്. കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും പാട്ടുണ്ടായിക്കൊണ്ടേയിരിക്കും. പാത്തുമ്മ പാത്രക്കണ്ണി കൊണ്ടപ്പം ചുട്ടപ്പം കരിഞ്ഞു പോയി, വന്ന മാപ്പിള തെറ്റിപ്പോയി, ബാപ്പുട്ടി തീപ്പെട്ടി മേപ്പോട്ട് എറിഞ്ഞപ്പോ തീപ്പെട്ടി വീണത് മേപ്പടിമേൽ, തീപ്പെട്ടി എടുക്കാനായി ബാപ്പുട്ടി എണീച്ചപ്പോ ബാപ്പുട്ടി വീണത് മരപ്പടിമേൽ. ഇതിപ്പോ ഉണ്ടായ സംഭവം. പക്ഷെ അത് കേൾക്കുമ്പോ ഒരു സുഖമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സൗന്ദര്യം, ഒരു സുഖമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനൊക്കെ ഒരു ഗൗരവ ചിന്ത ഉണ്ടായിരുന്നു. നമ്മളെ കുട്ടികളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നാണ് ഞാൻ വീണ്ടും പറയുന്നത്. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുക. കാരണം നിങ്ങളെ ഒരു രീതിയുണ്ട്. നിങ്ങളെ ഒരു പരിപാടിക്ക് ഒരു കൃത്യസമയം, എല്ലാവർക്കും വീട്ടിൽ പോകണം, നാളെ സ്കൂൾ തുറക്കുകയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ മാധ്യമത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. വിഷ്വൽ മീഡിയ കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കുന്നുള്ളതാണ്. ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും വിഷ്വൽ മീഡിയയും കാലഘട്ടത്തിൽ അതിനെതിരെ പ്രസംഗിച്ചുകൊണ്ടൊന്നും കാര്യമല്ല. എത്ര മനോഹരമായ ഗാനങ്ങൾ, കലാസൃഷ്ടികൾ നമുക്ക് സുന്ദരമായി ദൃശ്യാവിഷ്കാരം നടത്താൻ സാധിക്കും. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം, ഈ പ്രകൃതിയുടെ രഹസ്യം, ഈ പ്രകൃതിയുടെ പച്ചപ്പ്, ഹരിത ഭംഗി, ഉപദേശങ്ങൾ, സനാതന ധർമ്മങ്ങൾ, ഇതൊക്കെ നമുക്ക് ചിത്രീകരിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, തലമുറക്ക് ബാക്കി വെക്കണം. അതാണ്. അല്ലാണ്ട് ഇതിനെതിരെ പ്രസംഗിക്കുകയല്ല വേണ്ടത്. ക്രിയാത്മകമായ രൂപത്തിൽ നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കും. പണ്ടത്തെ പോലെയല്ല, ഇതൊക്കെ പെട്ടെന്ന് നടത്താം. ക്യാമറയും ടെക്നോളജിയൊക്കെ വളരെ വളരെ സജീവമായ ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. ഒരൊറ്റ കാര്യം കൂടി, ഇത് കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനൊരിക്കൽ കുടുംബസമേതം ഒരു കോഴിക്കോട് റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ 7 വയസ്സായ മോള് ഒരാളോട് ഇങ്ങനെ ആംഗ്യം കൊണ്ട് സംസാരിക്കുന്നു. 7 വയസ്സായ മോളായതുകൊണ്ട് പേടിക്കേണ്ടതൊന്നുമില്ല. ഞാൻ എന്താ ഈ ആളെങ്ങനെ ശ്രദ്ധിച്ചു, ഇവര് തമ്മിൽ ചിരിക്കുന്നുണ്ട്, ആംഗ്യം കാണിക്കുന്നുണ്ട്. ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചു, അയാൾ നമ്മളെ കുടുംബക്കാർ വല്ലതുമാണോ? ഞാനറിയില്ല, എന്റെ കുടുംബക്കാർ വല്ലതുമാണോ? ഭാര്യ പറഞ്ഞു, അങ്ങനെ നമ്മളെ കുടുംബമൊന്നുമില്ല. അപ്പൊ മോള് പറയണം, അല്ല, അയാൾ ഒരു പാട്ട് പറഞ്ഞ് അതിൽ അഭിനയിച്ച ആളാണ്. അപ്പൊ അഭിനയിച്ച ആളൊക്കെ, പാട്ട് പാടിയ ആളല്ല, അഭിനയിച്ച ആളെ കുട്ടികളെ സ്വാധീനിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ മാതൃകാ പുരുഷന്മാരാവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഗൗരവമാണ് എന്ന് സൂചിപ്പിച്ചത് അതാണ്. അതുകൊണ്ട് കുറച്ചുകൂടി നമ്മളെ കുട്ടികളെ കാര്യത്തിലൊക്കെ ഒരു നിയന്ത്രണം, അവരെന്ത് കാണുന്നു, അവരെന്ത് കേൾക്കുന്നു, അവരെന്ത് പാടുന്നു, അവരെന്ത് എഴുതുന്നു എന്ന കാര്യത്തിലൊക്കെ നമ്മുടെ ഒരു ചെറിയ ചെറിയ ശ്രദ്ധ ആ വിഷയത്തിൽ ഉണ്ടാവേണ്ടതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു അനുഭവം പറയുകയുണ്ടായി. ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹം മഞ്ചേരിയിലേക്ക് അരീക്കോട്ട് നിന്ന് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യാണ്. രാവിലെ 10 മണിയായ സമയത്ത് ഓഫീസ് വിട്ട സമയമാണ്. ഒരു മുസ്ലിം പെൺകുട്ടിയെ പട്ടാപ്പകൽ കാവനൂർ എന്ന സ്ഥലത്ത്, ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് 4 പേർ കൂട്ടമായി 5-6 പേർ ഓടിക്കുകയാണ്. ഭ്രാന്തൻ നായയെ കണ്ട പോലെ ഈ കുട്ടി പിന്നാലെ കുട്ടി ഓടുകയാണ്. ഈ ആളുകളോട് തല്ലു കിട്ടുന്ന ഉറപ്പാണ് ഇയാൾക്ക്. എന്നാലും സാമൂഹ്യ ബോധമുള്ള ഈ ചെറുപ്പക്കാരൻ വണ്ടി സൈഡാക്കി ഈ കുട്ടിയെ രക്ഷിക്കാനായി ഓടുക. ഏതാണ്ട് ഈ കുട്ടിയുടെ അടുത്ത് എത്തിയ സമയത്ത് വേറെ 5-6 പേർ ഓടി വരികയാണ്. പ്രിയപ്പെട്ട സഹോദര, ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ഞങ്ങളൊരു ആൽബം ഷൂട്ട് ചെയ്യാണ്. അപ്പൊ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. മലബാറിൽ ആൽബം നിർമ്മാണത്തിന്റെയും പാട്ട് നിർമ്മാണത്തിന്റെയും പേരിൽ നടക്കുന്ന അധാർമിക പ്രവൃത്തികളെ കുറിച്ച് അന്വേഷണം നടത്താൻ 3 വർഷം മുമ്പ് വിജിലൻസ് വകുപ്പിന് ഉത്തരവിട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തൊക്കെ പാടണമെന്നോ, എന്തൊക്കെ കേൾക്കണമെന്നോ, എന്തൊക്കെ എഴുതണമെന്നോ കൃത്യമായി മാർഗനിർദ്ദേശമുള്ള ഒരു സമൂഹത്തിന്റെ ഈടുവെപ്പെന്ന് അവകാശപ്പെടുന്ന കലാസൃഷ്ടിയാണ് ഈ പ്രതിസന്ധിയെ നേരിടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ നമ്മുടെ ഭാവി തലമുറക്ക് എന്തെങ്കിലും ബാക്കിയാക്കി നമ്മൾ വെക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഗൗരവമായ കാര്യമാണ്. പ്രണയത്തെയും ഗൗരവമായിട്ടാണ് കാണുന്നത്. നല്ല പ്രണയഗാനങ്ങളെ നമുക്ക് സ്വീകരിക്കേണ്ടത്, കാലത്തെ അതിജീവിക്കുന്ന പാട്ടുകളുണ്ടാവേണ്ടതുണ്ട്. മോയിൻകുട്ടി വൈദ്യർ, പുലിക്കോട്ടിൽ ഹൈദർ, ഞാൻ ഇവിടെ വന്നത് പറയേണ്ട കാര്യമില്ല, പുലിക്കോട്ടിലെ നാട് ഇവിടെ അടുത്താണ്. PT അബ്രഹിമാൻ, ബാപ്പു വെള്ളിപ്പറമ്പ്, OM കരുവാരക്കുണ്ട്, കാനേഷ് പൂനൂര്, KT മുഹമ്മദ്, അഹമ്മദ് പള്ളിക്കര തുടങ്ങിയ പ്രഗത്ഭരായ എഴുത്തുകാർ അവരുടെ പാട്ടുകളൊക്കെ തേടി, രചയിതാവിന്റെ പേര് വെച്ച പാട്ട് തേടി നമ്മൾ അന്വേഷിച്ച കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് 10 വർഷത്തിനുള്ളിൽ ഇറങ്ങിയ പാട്ട്, ഹിറ്റായ പാട്ട്, എത്ര ആൾക്കറിയാം ആരാണ് എഴുതിയത്? എഴുതിയാൾക്ക് പ്രസക്തിയില്ല, പാടുന്നാൾക്ക് പ്രസക്തിയില്ല, അഭിനയിക്കുന്നവനാണ് പ്രസക്തി. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കാലഘട്ടം തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജാതിയുടെ, മതത്തിന്റെ, മറ്റ് അതിർവരമ്പുകളിലൊക്കെ അപ്പുറം
നമ്മളെ മനസ്സിനെ സ്വാധീനിക്കാൻ പാട്ടുകൾക്ക് കലക്കും സാധിക്കും. കാരണം പണ്ടൊക്കെ അങ്ങനെയുള്ള കൂട്ടായ്മകൾ, സദസ്സുകൾക്ക് ഇതിന് പ്രസക്തി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പാട്ടുകളുണ്ടായിരുന്നു. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്, അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്, അതിൽ വേഗം നിസ്കാര പായാവിരിക്ക്, പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി, അന്യോന്യം പോരാടി നിൽക്കേണ്ട, പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. 30 വർഷം മുമ്പ് ഇറങ്ങിയ പാട്ടാണ്. എനിക്ക് തോന്നുന്നത് ഈ പാട്ടിന് ഇപ്പോഴാണ് കൂടുതൽ പ്രസക്തി എന്ന്. കാരണം പണ്ടത്തെ പോലെയല്ല. ഞാനൊക്കെ ഒരു ഗ്രാമപ്രദേശത്താണ്. അവിടെയൊക്കെ 2-3 ഏക്കറയിൽ വീട് വെച്ച ആളുകൾ, വീട് പരസ്പരം കാണില്ല, പക്ഷേ ദൂരെയാണ് വീടെങ്കിലും മനസ്സുകൾ തമ്മിൽ ഒരു ഐക്യമുണ്ടായിരുന്നു. ഇന്ന് 10 സെന്റിൽ 4 വീടാണ് എൻ്റെ നാട്ടിലും നിങ്ങളുടെ നാട്ടിലും. പക്ഷെ അടുത്ത വീട്ടിൽ എന്താ നടക്കും നമുക്കറിയില്ല. നമ്മൾ പരസ്പരം ശത്രുക്കളാണ്. പുറമെ നമ്മൾ ചിരിക്കും, കളിക്കും, കൈ കൊടുക്കുമെങ്കിലും ഉള്ളിൽ നമുക്ക് അസൂയയാണ്, നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യമാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും എൻ്റെ ഏറ്റവും അടുത്ത ശത്രു. ഞാൻ മനസ്സിലാക്കുന്നില്ല. ഭാര്യക്ക് ഭർത്താവിന് തിരിച്ച്, ഗുരുനാഥന്മാർ കുട്ടികൾക്ക് തിരിച്ച്, അയൽക്കാരനെ വിശ്വാസമില്ലാത്ത, നാട്ടുകാരനെ വിശ്വാസമില്ലാത്ത ഈ കാലഘട്ടത്തിൽ കലക്കും സാഹിത്യത്തിനും അത്ഭുതകരമായ പല പ്രവർത്തനങ്ങളും ഇവിടെ നടത്താൻ സാധിക്കുമെന്ന് എനിക്കറിയാം. മതങ്ങളെല്ലാം മധുര സൂക്തം, അവയിലില്ല കലഹവാക്യം, സഹന സ്നേഹ സൗഹൃദങ്ങൾ മനുഷ്യശക്തിയിൽ ഉണർത്തും വാക്യം, കലഹം എന്തിന്, കൊലവിളികൾ എന്തിന്, അമ്പലങ്ങൾ മനസ്സിലാദ്യം പണിയു, ശാന്തി വിളക്ക് തൂക്കൂ, സ്നേഹത്തിന്റെ മുസല്ലയൊന്ന് കൽബിൽ പള്ളിയിൽ നിവർത്തി വെക്കൂ, കലഹം എന്തിന്, കൊലവിളികൾ എന്തിന്, പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ്, ഇന്ത്യ അനവധിയാം മതങ്ങൾ പോക്കും അരുമ പൂങ്കാവ്. ഇങ്ങനെയുള്ള പാട്ടുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പഴയ പാട്ട് പാടുകയല്ല വേണ്ടത്, അത് പാടാം. അതോടൊപ്പം പുതിയ ആളുകൾ പഴയ പാട്ടൊക്കെ നല്ലതൊന്നും പുതിയത് മോശമാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വൈവിധ്യമാർന്ന വിഷയങ്ങളെ കൊണ്ട് പുതിയ കാലഘട്ടത്തിനനുസൃതമായി സംഗീതം ചെയ്ത്, പാട്ട് എഴുതി, പാട്ടുപാടി ഈ നമ്മുടെ പാട്ടഭിരുചിയെ, നമ്മുടെ മനസ്സിലുള്ള ഈ പാട്ടിനോടുള്ള അഭിനിവേശത്തെ ത്വരിതപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് കലാകാരന്മാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ സഹിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട്. കാരണം അരമണിക്കൂറിലധികം ആരും ഒരു പരിപാടി സഹിക്കൂല. 20 മിനിറ്റ് പരിപാടിയും 10 മിനിറ്റ് പരസ്യവുമാണ്. ഏതാണ്ട് ആ സമയമൊക്കെ ആയി. നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടാൽ ഞാനിങ്ങനെ ഒരു പ്രസംഗിച്ചത് നിങ്ങൾ കേട്ട ആളാണെന്ന് എന്നോട് പറഞ്ഞ് പരിചയം പുതുക്കണം. എല്ലാവരെയും ഒന്നും എനിക്ക് ഓർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇതുകൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം പരിചയപ്പെടലും ഇങ്ങനെ സൗഹൃദങ്ങളുമാണ്. ഞാൻ ഒരുപാട് ദൂരെ നിന്ന് വരികയാണ്. നിങ്ങളെ ഈ നാട്ടിൽ വരാൻ സാധിക്കാതെ പറഞ്ഞാൽ, നിങ്ങളെ കാണുവാൻ സാധിക്കാതെ പറഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു കാര്യമായി കണക്കാക്കുന്ന ആളാണ് ഞാൻ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ പ്രസംഗം കേട്ടതിന്, എന്നെ ക്ഷണിച്ചതിന്, ഞാൻ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഞാൻ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുഹൃതം ചെയ്ത കലാകാരന്മാരുടെ കർമ്മഫലമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയം അത്ര പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഞാൻ പാട്ടുകാരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, എഴുത്തുകാരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ 2-3 മണിക്കൂർ വേണ്ടി വരും. നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ കുടുംബ സംഗമത്തിന്, വലിയ വീടിയേക്കൽ കുടുംബ സംഗമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എല്ലാ വർഷവും ഇങ്ങനെ കൂടാനും ഒത്തുചേരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.